പിന്നെ ഒരു പുതിയ ഒരു റെസ്റ്റോറൻറ്റ് കഫ്റ്റേരിയയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണ നേരത്ത് എനിക്ക് ആ നേരത്ത് അവർ താഴത്തുനിന്ന് വന്നിട്ട് ഒരാൾക്കാർ പറഞ്ഞു ഒന്ന് ഇരിക്കിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്താ പുതിയ റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തെങ്കിലും ചോദിക്കാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. നോക്കുമ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ ഒരു അറബും വേറൊരു പുള്ളിയും കൂടിയിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്. അവർ കുറേ ഫലൂദയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളെ മോളൊക്കെ എൻ്റെ കൂടെ മോളുണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് താഴത്തുനിന്ന് ഒരു 3 ഫലൂദ ആയിട്ട് വരുന്നു. അതും നല്ല വലിയ ബിഗ് ക്വാണ്ടിറ്റി. സാധാരണ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലൊന്നും ഫലൂദ ഞാൻ അങ്ങനെ മേടിക്കാറില്ല, കാരണം ഒന്നാമത് ഞാൻ കുറച്ച് ഡയറ്റ് നോക്കുന്ന ആളായതുകൊണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അഗെയിൻ നമുക്കൊരു ഫലൂദ ആവശ്യമില്ല, നോർമൽ ടൈമിൽ മേടിക്കാമെന്നുള്ളൂ. അങ്ങനെ ഈ സാധനം കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ ഇത് ഇനിയിപ്പോൾ അവരുടെ വക സർപ്രൈസാണ്, പുതിയതാണ്, ഓപ്പൺ ആക്കിയതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവം ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറയും ഇതൊരു സർപ്രൈസാണ്, അവർ പറയേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന ആ നേരത്തെ പറഞ്ഞ കത്രികളുണ്ടല്ലോ, അവർ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ അത് ഓരോരുത്തർ സന്തോഷമാത്ര. അവർ വിചാരിക്കും എന്താ ആ സമയത്ത് അവിടെ മോളുണ്ട്, ആ മോൾക്ക് വേണ്ടി അത് അവർക്ക് ഓർഡർ ചെയ്ത് അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, നമുക്കത് കിട്ടും, നമുക്കൊരു സന്തോഷം. നമ്മളത് ഹെവി കഴിക്കേണ്ടി വന്നു. ഇതേമാതിരി അറബ്സ് ചെയ്യാറുണ്ട്. അവരതിൽ ഉള്ളേരിയകളിലൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ലേബേഴ്സ് ആരെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാണ്, അവർ ആ പേയ്മെന്റ് കൊടുത്തിട്ട് പോകും, എല്ലാ ആൾക്കാരുടെയും പേയ്മെന്റ് കൊടുത്തിട്ട് പോകാൻ ചെയ്യാറുണ്ട്. ഇത്ര നമുക്കും ചെയ്യാം. നമുക്ക് ഇതേമാതിരി അവിടെ ഏതെങ്കിലും ഫാമിലി അവരെ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതേമാതിരി അതിന്റെ പേയ്മെന്റ് ആ കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഫലൂദ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം, നമ്മൾ അതിന്റെ പേ ചെയ്തിട്ട് അത് ആ കുട്ടിക്ക് കൊടുക്കണം എന്നൊരു സർപ്രൈസ് നമുക്കും കൊടുക്കാം വേണമെങ്കിൽ.